എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അലീനയോടുള്ള ദേഷ്യം മൂത്ത് ഇപ്പൊ വൈജയ്ക്ക് എങ്ങനെയെങ്കിലും അലീനയെ ഇല്ലാണ്ടാക്കണം, അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും തന്നെ വൈജ ചിന്തിക്കുന്നു പോലുമില്ല. എന്നാൽ ബബിതയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിക്കുന്നുണ്ട്. അലീനയുടെ സ്നേഹവും കരുതലും എല്ലാം ബബിതയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബബിതയ്ക്ക് അലീനയോടുള്ള പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അലീനയോട് ബബിത ഇപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കാനും കാര്യങ്ങളെല്ലാം പറയാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ്. രോഹിത്തിന് പെട്ടെന്നുണ്ടായ അസുഖത്തില് വൈജ ഒട്ടും തന്നെ സങ്കടം കാണിക്കുകയോ രോഹിത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം ബബിത കാണുന്ന സമയത്ത് ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അമ്മയ്ക്ക് ഞങ്ങൾ മക്കളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും തന്നെയില്ല. എന്നാൽ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹമുള്ളത് അലീന ചേച്ചിക്കാണ്. എത്രയ്ക്ക് ഉപദ്രവിച്ചതാണ് രോഹിത്തേട്ടനും ഞങ്ങൾ എല്ലാവരും അലീന ചേച്ചിയെ. എന്നാൽ അലീന ചേച്ചി ആ ദേഷ്യം ഒന്നും തന്നെ ഇതുവരെയും മനസ്സിൽ വെച്ച് ഞങ്ങളോട് പെരുമാറിയിട്ടില്ല. രോഹിത്തേട്ടന് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ പോലും അലീന ചേച്ചിയല്ലേ നോക്കുന്നത്. അതും ചേച്ചിയുടെ ഊണും ഉറക്കവും എല്ലാം കളഞ്ഞുകൊണ്ട് അലീന ചേച്ചി എത്ര നന്നായിട്ടാണ് രോഹിത്തേട്ടനെ നോക്കുന്നത്. ഞങ്ങൾ ചേച്ചിയോട് ചെയ്തതൊക്കെ വലിയ തെറ്റായി പോയല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം ബബിതയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ബബിത അലീനയോട് പോയി പറയുന്നുണ്ട്, ചേച്ചിയോട് ഞങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാ. ചേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടു നിന്നിട്ടുണ്ട്. എപ്പോഴും ചേച്ചിയോട് ദേഷ്യം മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അലീന ചേച്ചിക്ക് എങ്ങനെയാ ഇങ്ങനെ എല്ലാവരോടും പെരുമാറാൻ കഴിയുന്നത്? എത്രത്തോളം ഞങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ചേച്ചിയെ, എന്നിട്ട് ഇതുവരെയും ചേച്ചി ആ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. ചേച്ചിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്ന് പറയുമ്പോൾ അലീന വെറും ഒരു ചെറു പുഞ്ചിരിയിൽ അതിനുള്ള മറുപടി ഒതുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തമല്ലേ, എൻ്റെ സ്വന്തമായിട്ടാണ് നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാ നിങ്ങളോട് എനിക്ക് ദേഷ്യം വയ്ക്കാൻ കഴിയുന്നത്? നിങ്ങൾ എന്നോട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കുസൃതികളായിട്ടേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ചേച്ചിയോട് അനിയന്മാരും അനിയത്തിമാരൊക്കെ ചിലർ കുസൃതികളൊക്കെ കാണിക്കില്ലേ, അത്ര മാത്രമേ ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബബിതയ്ക്ക് അലീനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. ബബിത ചിന്തിക്കുന്നുണ്ട്, സ്വന്തം ചേച്ചി അല്ലാഞ്ഞിട്ട് പോലും എത്ര നന്നായിട്ടാ ചേച്ചി ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നത്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത്. എങ്ങനെയാ ചേച്ചിക്ക് ഇതിനൊക്കെ സാധിക്കുന്നത് എന്നുള്ളതെല്ലാം ബബിത ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമോള് ബബിതയുടെ അടുത്തോട്ട് വരുമ്പോൾ ബബിത കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, ഞാൻ അലീന ചേച്ചിയുടെ കാര്യം ആലോചിക്കായിരുന്നു. ഞങ്ങളൊക്കെ എത്ര ഉപദ്രവിച്ചതാ ചേച്ചിയെ, എന്നാൽ ഇതുവരെ ആ ഒരു ദേഷ്യം വെച്ച് ഞങ്ങളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. എങ്ങനെയാ ചേച്ചിക്ക് ഇതിനൊക്കെ കഴിയുന്നത് എന്ന് ആലോചിക്കായിരുന്നു. നമ്മുടെ സ്വന്തം ചേച്ചിയുടെ പോലെ തന്നെയല്ലേ ചേച്ചി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ കാര്യമായിട്ട് തന്നെയാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ പിന്നല്ലാതെ ഞാൻ എന്താ ചുമ തമാശ പറയുന്നതായിട്ടാണോ നിനക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതൊക്കെ ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ ചേച്ചിക്ക് അറിയാത്ത വലിയൊരു രഹസ്യമുണ്ട് എന്ന് പറയാണ്. എനിക്കറിയാത്ത രഹസ്യമോ, അതെന്താ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ ആദ്യം ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറയണോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണമോള് രണ്ടും കൽപ്പിച്ച് സത്യം തുറന്നു പറയാണ്. അലീന ചേച്ചി നമ്മളുടെ സ്വന്തം ചേച്ചി തന്നെയാ, ഈ വീട്ടിലെ വേലക്കാരിയൊന്നും അല്ല, നമ്മുടെ അമ്മയുടെ മകള് തന്നെയാ അലീന ചേച്ചി എന്ന് പറയുമ്പോൾ ബബിത നീ എന്താ പറയുന്ന മോളെ, എന്തൊക്കെയാ ഈ വിളിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതൊന്നും അല്ല ചേച്ചി, സത്യമായിട്ടുള്ള കാര്യാ, നമ്മുടെ അമ്മയുടെ സ്വന്തം മകള് തന്നെയാ അലീന ചേച്ചി. പിന്നെന്താ അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ചേച്ചിയോട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്കറിയില്ല അലീന ചേച്ചി അമ്മയുടെ സ്വന്തം മകളാണ് എന്നുള്ള കാര്യം. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താന്ന് വെച്ച് തെളിച്ചു പറ. അലീന ചേച്ചി എങ്ങനെ നമ്മുടെ അമ്മയുടെ മകളാവുന്നത്, അതും അമ്മ എങ്ങനെയാ അറിയാതിരിക്കുന്നത്? എന്നിട്ട് സ്വന്തം മകളോട് അമ്മ ഇങ്ങനെ പോരടിക്കോ? നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ബബിതയ്ക്ക് ഒട്ടും തന്നെ അത്
ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. നീ ഈ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണ് ചേച്ചി, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ അച്ഛൻ തന്നെയാ. അച്ഛൻ നമ്മോട് ദേഷ്യം കാണിച്ചതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അച്ഛൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നമ്മളുടെ അമ്മയുടെ ഭാഗത്താണ് സകല തെറ്റുകളും ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബബിതയ്ക്ക് ഒരുപാട് സ്നേഹവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട്. ബബിത ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തു പറ്റി, നീ എന്താ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അലീന. എനിക്കൊന്നും അറിയില്ലായിരുന്നു ചേച്ചി, ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്നുള്ള സത്യം ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഒരുപാട് തെറ്റുകൾ ചേച്ചിയോട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? എന്നോട് കൃഷ്ണമോള പറഞ്ഞത് എന്ന് പറയുമ്പോൾ അലീനയുടെ മനസ്സിൽ അലീന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തിനപ്പോൾ കൃഷ്ണമോള് ബബിതയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ബബിത പറയുന്നുണ്ട്, എന്തിനാ എന്നോട് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത്? ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചിയോട് ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നിൽ നിന്ന് എന്തിനാ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെയാ എൻ്റെ അടുത്ത് തിരിച്ച് പെരുമാറുക എന്നറിയില്ലല്ലോ. പിന്നെ അമ്മയുടെ അവസ്ഥ അതിലും മോശമായി തീരില്ലേ? അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാനും കഴിയില്ല എന്നെല്ലാം അലീന പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇനി അമ്മ ചേച്ചിയുടെ അടുത്ത് ഒരു പ്രശ്നത്തിനും വരരുത്, അതിന് ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്ന് പറയാ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത വൈജിയോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ കൃഷ്ണമോളും അലീനയും കൂടി ബബിതയെ തടയുന്നുണ്ട്. എന്ത് കാണിക്കാനാ നീ പോകുന്നേ? അങ്ങനെയൊന്നും ചെയ്യരുത്, അമ്മ ഈ കാര്യമൊന്നും അറിയാൻ പാടില്ല. അമ്മ ഇപ്പൊ തന്നെ ഇതെല്ലാം അറിഞ്ഞ അമ്മയുടെ അവസ്ഥ വളരെ മോശമായി തീരും. തന്നെ അമ്മ ആ ആക്സിഡന്റിന് ശേഷം ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മളൊരു മെന്റൽ സ്ട്രെസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് അമ്മയോട് പറയാം, ഇപ്പൊ അതൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. അലീന പറയുന്നുണ്ട്, മോളെ ഞാനിവിടെ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത്. ഇപ്പൊ എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. എനിക്ക് മറ്റൊന്നും വേണ്ട. അമ്മയുടെ അവസ്ഥ നമ്മൾ കാരണം മോശമാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി ഒരു വേലക്കാരിയായിട്ട് ഇത്ര നാളും ഇവിടെ നിന്നിട്ടും എനിക്കിതൊന്നും മനസ്സിലായില്ലല്ലോ. ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളല്ല ചേച്ചി, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ബബിതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അലീന ബബിതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞങ്ങൾ സ്നേഹിക്കും, ചേച്ചിയെ ഇനി ഒരിക്കലും ഞങ്ങൾ വേദനിപ്പിക്കില്ല എന്നെല്ലാം ബബിത പറയുന്നുണ്ട്. ചേച്ചി ഞങ്ങളെ ഇത്രയും നാളും എത്ര നന്നായിട്ടാണ് സ്നേഹിച്ചത്, എന്നാൽ നമ്മുടെ അമ്മയുടെ അവസ്ഥ ഒന്ന് നോക്ക്. രോഹിതേട്ടന് അത്രയും വയ്യാതായിട്ട് പോലും അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അലീന ചേച്ചിയോടുള്ള ദേഷ്യം കൂടി അമ്മയുടെ മനസ്സിലിപ്പോൾ ചേച്ചിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ചേച്ചിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ മക്കളെക്കുറിച്ചോ മറ്റുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചോ അമ്മയുടെ മനസ്സിലിപ്പോൾ ഇല്ല. അമ്മയ്ക്ക് ചേച്ചിയോട് അത്രയും വൈരാഗ്യമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എന്നോട് എത്ര ദേഷ്യം വേണേലും തോന്നിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് അത്ര മാത്രം മതി എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ ചെയ്ത തെറ്റിന്റെ ഫലം ചേച്ചി അല്ലല്ലോ അനുഭവിക്കേണ്ടത്, അത് അമ്മ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. പിന്നെ രോഹിയേട്ടൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്, അതുപോലും അമ്മ ഒന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ശരിയാണ്, അമ്മയ്ക്ക് വയ്യാത്തതാണ്, അമ്മ റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ ഒന്ന് വന്ന് എങ്ങനെയുണ്ടെന്ന് പോലും നോക്കുന്നില്ലല്ലോ. സ്വന്തം മക്കളെ ഇത്ര പോലും ശ്രദ്ധിക്കാത്തൊരു അമ്മയായി പോയി ഞങ്ങളുടേത് എന്നെല്ലാം ബബിത പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാതെ മോളെ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ അമ്മ ഒന്നും ശ്രദ്ധിക്കാത്തത്. അതിനെന്താ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അമ്മയെ പോലെ തന്നെയല്ലേ ഞാനും. നിങ്ങളുടെ അമ്മയായിട്ട് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരില്ലേ നിങ്ങൾക്ക്, പിന്നെ എന്താ പ്രശ്നം എന്നെല്ലാം പറയുന്നുണ്ട്. ശേഷം ബബിത വൈജയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. വൈജ ബബിത ചെല്ലുമ്പോഴേ ചോദിക്കുന്നുണ്ട് ബബിത ചെല്ലുമ്പോഴേ വൈജ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു ബഹളം കേട്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, മറ്റവളില്ലേ, എറണം കെട്ടവള്, അവളവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൾ എപ്പോഴും രോഹിത്തിന്റെ മുറിയിൽ തന്നെയാണോ? അവൾ ഏതു നേരം അവിടെ പോയിരിക്കുകയാണോ അവന്റെ കൂടെ അവനെ വശീകരിക്കാൻ എന്നെല്ലാം പറയുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ദേ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏതു നേരം ഈ അലിന ചേച്ചിയുടെ നെഞ്ഞത്തോട് കയറുന്നത് എന്ത് കാര്യത്തിനാ? അലിന ചേച്ചി അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത്?
എപ്പോഴും അലീന ചേച്ചിയുടെ കുറ്റം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ബബിത. ഇത് കേൾക്കുമ്പോൾ വൈജ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഇത്രയും നാളും നീയും അലീനയുടെ കുറ്റം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോ നിനക്കിപ്പോ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വരാൻ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, എങ്ങനെ മാറ്റം വരാതിരിക്കും? അമ്മയ്ക്ക് മക്കളെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും എന്ത് പറ്റിയാലും അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അലീന ചേച്ചിയെ ഇല്ലാണ്ടാക്കണം, അലീന ചേച്ചിയെ തോൽപ്പിക്കണം, ആ ഒരൊറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. റോഹിയേട്ടന് അത്രയും വയ്യാതെ അവിടെ കടന്ന് വേദനിക്കുമ്പോഴും അമ്മ എന്താ ചെയ്തത്? അമ്മ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയോ? അമ്മയ്ക്ക് മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പോലും ഇല്ല. എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ബബിത വൈജയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, ഒന്ന് നിർത്തടി, നീ ഈ പറഞ്ഞ് എങ്ങോട്ടാ കയറി പോകുന്നത്? നിങ്ങളുടെ മക്കളുടെ കാര്യമില്ലാതെ പിന്നെ ഞാൻ ആരെ കാര്യമാണ് ഇത്രയും നാൾ നോക്കിയിരുന്നത്? ഇന്നെനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും നോക്കാൻ വരാത്തത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അലീന വലിയ ആളായല്ലേ, അവളൊരു കുറച്ച് ചോറും കറിയും വെച്ച് തന്നപ്പോഴത്തേക്കും നിങ്ങളൊക്കെ അവളുടെ സൈഡ് അങ്ങോട്ട് പോയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ പോയത് അലീന ചേച്ചിയുടെ കൂടെ. അലീന ചേച്ചിയുടെ മനസ്സ് അത്രയും നല്ലതായതുകൊണ്ടാണ്. പിന്നെയും പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല തൽക്കാലം എന്ന് പറയുമ്പോൾ വൈജ ചിന്തിക്കുന്നുണ്ട്, ഇവളത് എന്തിനൊക്കെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താടി നീ എന്ത് മനസ്സിൽ വെച്ചോണ്ടായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനതൊന്നും ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാനാവുന്നില്ല. വൈജ പറയുന്നുണ്ട്, ആ അലീന ഞാൻ ഒന്ന് കുറച്ച് ദിവസം കിടന്നപ്പോഴത്തേക്കും എൻ്റെ മക്കളെ എല്ലാവരെയും അവള് കൈക്കലാക്കിയിരിക്കുക. ആദ്യം അവള് കൈക്കലാക്കിയത് ബാലചന്ദ്രനെയാ, ഇപ്പോൾ എൻ്റെ സ്വന്തം മക്കളെ കൂടി അവൾ കൈക്കലാക്കിയിരിക്കുകയാണ്. അവരെയെല്ലാം അവളുടെ പക്ഷത്തോട്ട് നിർത്തിയിരിക്കുകയാണ് അവൾ എന്നോടുള്ള യുദ്ധം ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല. അവൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത്. രോഹിത്തിനോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, എന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, അതിനു വേണ്ടി മാത്രമാണ് രോഹിത്തിനോട് അവൾ സ്നേഹം നടിക്കുന്നതൊക്കെ എന്നെല്ലാം ഉറക്കെ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് വൈജ. വൈജയുടെ അലർച്ച കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ, എന്തിനിങ്ങനെ ഒച്ചയിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്താ എൻ്റെ വീട്ടിൽ എനിക്കൊന്ന് ഒച്ചയിടാനുള്ള അധികാരം പോലും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ വീടോ? ഇത് എൻ്റെ വീടാണ്, നീ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ശബ്ദം താഴ്ത്തിയൊക്കെ സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. വൈജ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ നീ ചെയ്ത തെറ്റിന്റെ ഫലം തന്നെയാ. ഇങ്ങനെ അലറി വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അലീനയോടെ അവർക്കൊക്കെ സ്നേഹം തോന്നുന്നുണ്ടെങ്കിലേ അത് അവളുടെ മനസ്സിന്റെ നന്മയും അവള് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെയും ലാളനയുടെയൊക്കെ ഫലമായിട്ടാണ്. അല്ലാതെ നിന്നെപ്പോലെ കടുത്ത ക്രൂരതയുള്ള മനസ്സൊന്നുമല്ല അലീനയുടേത്. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ നീ നന്നാവൂ. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിനക്ക് നന്നായി ജീവിക്കണം, നിന്റെ കാര്യങ്ങൾ നടക്കണം, നീ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണം, ആ ഒരു ചിന്ത മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. ഈ ദുഷ്ടചിന്തകളെല്ലാം ഉള്ളവർക്ക് ഒരിക്കലും നല്ല കാലം വരാൻ പോകുന്നില്ല. നിന്റെ മനസ്സിലെ ദുഷ്ടതകളൊക്കെ നീ എന്ന് മാറ്റുന്നോ അന്ന് നീ നന്നാവൂ. നിന്റെ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ, അതിനുശേഷം നമുക്കൊരു കണക്ക് തീർക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. വൈജ ചിന്തിക്കുന്നുണ്ട്, എന്ത് കണക്കിന്റെ കാര്യമാണ് ഈ ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുകയാണ്. ശേഷം അലീന ബാലചന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എന്തിനാച്ചാ അമ്മയോട് ഇങ്ങനെ എപ്പോഴും വഴക്കിന് പോകുന്നത്? അമ്മയുടെ അടുത്തോട്ട് പോവാതിരുന്നാ പോരെ എന്ന് പറയുന്നുണ്ട്. എന്താ മോളെ നീ പറയുന്നത്? അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുകയായിരുന്നു എന്നോടുള്ള ദേഷ്യം കൊണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? നിന്നെ മറ്റുള്ളൊരു കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. നീ എൻ്റെ മോളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അലീനയെ ബാലചന്ദ്രൻ. നീ രോഹിത്തിനെയും കൃഷ്ണമോളെയും ബബിതയെയും എല്ലാം നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിൽ പലർക്കും എന്നോടൊരു നന്ദി ഇല്ലെങ്കിൽ കൂടി നീ അവരെയൊക്കെ എത്ര നന്നായാ നോക്കുന്നത്. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ട് നീ അവരെ കാണുന്നുണ്ട്. എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ നോക്കുന്നതിന് എന്നോട് നന്ദി പറയാനോ? അച്ഛൻ ഇത് എന്തൊക്കെയായി പറയുന്നേ? അതൊക്കെ എൻ്റെ കടമയല്ലേ. അച്ഛൻ്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. അത് കൂടുതൽ എനിക്ക് എന്താ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലചന്ദ്രന് ഒരുപാട് സന്തോഷമായിട്ട് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.